Hello, good morning, everyone. Thank you for being here. ഞാൻ എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പോസ് റിഫ്ലക്ട് റീസെറ്റ് എന്ന് പറയുന്ന സെഷന്റെ ഫസ്റ്റ് വെബിനാറായ മെന്റൽ വെൽനെസ് എന്ന സെഷനിലേക്ക് ഞാൻ എല്ലാവരെയും എൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓൾ ഓഫ് യു വെൽക്കം. സോ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ എല്ലാവരും ഐ എം ഫൈൻ എന്നുള്ള ഒരു ഇതായിരിക്കുമല്ലോ പറയുന്നത് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആര് നമ്മളോട് എന്ത് ചോദിച്ചാലും നമ്മൾ പറയുന്നത് ഐ എം ഫൈൻ. നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയുന്ന മറുപടിയാണ് സുഖമാണ് എന്നുള്ളത് എനിക്കറിയാം. പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ശരിക്കും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിയാൽ പല പല വിഷമങ്ങളുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലെ. ഒരുപാട് നമ്മൾ എന്താ പറയാ, നമുക്ക് വേറെ അധികം വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലായെങ്കിൽ പോലും പലപ്പോഴും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എനിക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു എന്താ പറയാ ഒരു തൃപ്തിയാവുന്നില്ല, സമാധാനമില്ല. ഇതൊക്കെ ഒരു നോർമൽ ലൈഫിൽ നമ്മളിപ്പോ പറഞ്ഞു കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ അതിലേക്കാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് മെന്റൽ വെൽനെസ് എന്നുള്ളത്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തത്? പോസ് റിഫ്ലക്ട് റീസെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് മെന്റൽ വെൽനെസ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തൊക്കെയെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെഷനാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് മെന്റൽ വെൽനെസ്. ബിഫോർ ദാറ്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബീഗം ഷഹാന. ഞാനൊരു സൈക്കോളജിക്കൽ കൗൺസിലറും മെന്റൽ വെൽനസ് എക്സ്പേർട്ടുമാണ്. ഞാനൊരു പ്രൊഫഷണൽ ട്രെയിനർ കൂടിയാണ്. സോ ഇപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന എൻ്റെ തന്നെ വർക്ക്ഷോപ്പാണ് പോസ് റിഫ്ലക്ട് റീസെറ്റ് എന്നുള്ളത്. അതിൻ്റെ കീഴിൽ നമ്മൾ ചെയ്യുന്നത് ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, സ്വന്തമായി തന്നെ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുക, നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കുക, ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് മെന്റൽ വെൽനെസ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പൊതുവായ അവയർനെസ് ആണ്. അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് മെന്റൽ വെൽനെസ്? എന്താണ് മെന്റൽ വെൽനെസ് എന്നുള്ളത്? നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, മെന്റൽ വെൽനെസ് കേൾക്കുമ്പോൾ നമ്മൾ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ്സുമായിട്ട് ഇതിനെ ഒന്ന് ജോയിന്റ് ചെയ്ത് പറയുക എന്നുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവാറുണ്ട്. നോർമലി നമ്മൾ ശ്രദ്ധിക്കാറുള്ളതാണ് ഇങ്ങനെ ഒരു കാര്യം. എന്നാൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും എനിക്കില്ലല്ലോ, അപ്പൊ ഞാൻ മെന്റലി വെൽ ആണല്ലോ എന്ന് പറയുന്ന ഒരു 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 ടെൻഡൻസി നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ വാട്ട് ഡു യു മീൻ ബൈ മെന്റൽ വെൽനെസ് എന്നുള്ളതാണ് റിയാലിറ്റിയിൽ എന്താണ് മെന്റൽ വെൽനെസ് എന്നുള്ളതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ, സോ അതിനർത്ഥം നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാം, മെന്റൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളതല്ല മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഇസ് മെന്റൽ വെൽനെസ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ്. നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളൊരു ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് തോട്ട്സ് വരുന്നുണ്ടോ? കൺഫ്യൂസ്ഡ് ആവാതിരിക്കുന്നുണ്ടോ? ഹെൽത്തി റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ചാലഞ്ചസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെ സ്ട്രെസ് ഒന്നും കൂടാതെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാറുണ്ടോ? ഇതൊക്കെയാണ് നിങ്ങളുടെ മെന്റൽ വെൽനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത് മെന്റൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ഇല്ലാത്ത അവസ്ഥയല്ല. ഓക്കെ, പ്രോബ്ലംസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമുക്ക് ചുറ്റും? നമ്മളെല്ലാവരും പ്രോബ്ലംസ് ഉള്ളവരാണ്. മിക്കപ്പോഴും നമുക്കെല്ലാം എന്താണ് പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനെ എത്രത്തോളം മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മുടെ മെന്റൽ വെൽനെസ് ഇരിക്കുന്നത്. അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയും നമുക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാകുകയും നമ്മുടെ തോട്ട്സ് എങ്ങനെയാണെന്ന് മനസ്സിലാകുകയും ചെയ്താൽ മാത്രമാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ആ ഹാൻഡ്ലിങ്ങിനെയാണ് മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാവരോടും നമുക്ക് സുഖമാണ് എന്ന് ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്നുള്ള ഒരു മറുപടിയാണ് സുഖമാണ്, അല്ലെ. നമ്മൾ അവിടെ എപ്പോഴും ആലോചിക്കുന്നത് ഫിസിക്കൽ ഹെൽത്ത് ആയിരിക്കും എപ്പോഴും ആലോചിക്കുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ കിടപ്പുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാറാണ് പതിവ്.
നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അത് എന്താണെന്ന് കൂടുതലായിട്ട് അതിനെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. സോ ഇവിടെ നമ്മൾ അതിനാണ് വന്നിരിക്കുന്നത്, നമ്മുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. സോ ദാറ്റ് ഇസ് ദ ബേസിക് എന്ന് പറയും. നമ്മൾ എന്താണ് മെന്റൽ വെൽനെസ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ശരിക്കും അതിലേക്ക് ഇറങ്ങി ചെന്ന് അതൊന്ന് നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഐ സ്റ്റാർട്ടഡ് വിത്ത് ദ റിയൽ ഡെഫിനിഷൻ. വാട്ട് ഡു യു മീൻ ബൈ മെന്റൽ വെൽനെസ്? Okay, so it is not the absence of problems, it is the ability to handle life in a healthy way. വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു വേയിൽ നമുക്ക് എങ്ങനെ മെന്റൽ വെൽനെസ്സിനെ നമ്മുടെ ലൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഞാനിതൊരു ഇത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ, ഇറ്റ് ഈസ് എൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. നമുക്ക് ഫിസിക്കൽ ഹെൽത്തിൽ അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ എന്താണ് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള, ഫിസിക്കലി വെൽ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് അസുഖങ്ങളെ തടയാനുള്ള പ്രതിരോധ ശേഷിയുണ്ട്. അവ വന്നാലും അതിനെ ഒന്ന് പൊരുതി നിൽക്കാൻ നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം അതുമായിട്ട് ഓക്കെ ആകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഫിസിക്കലി നമ്മൾ വെല്ലാണെന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ റിയൽ തിങ് ഫോർ മെന്റൽ വെൽനസ് ഓൾസോ. സെയിം തിങ് ഫോർ മെന്റൽ വെൽനസ് ഓൾസോ. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന മിത്താണ്. അതായത് മെന്റൽ വെൽനെസ് ആണ്, നിങ്ങൾ മെന്റലി വെല്ലാണ് അല്ലെങ്കിൽ മെന്റലി ഹെൽത്തി ആണ് എന്ന് പറയുമ്പോൾ ആൾക്കാർ നോർമലി നമ്മളോട് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മിത്താണ് എന്നുള്ളതാണ്. അതായത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, പ്രോബ്ലം ഫ്രീ ആയിട്ടിരിക്കുക, ദേഷ്യപ്പെടരുത്, എന്താ പറയാ, എപ്പോഴും മെന്റലി സ്ട്രോങ് ആയിരിക്കണം, ഒരു പെർഫെക്റ്റ് ലൈഫ് ആയിരിക്കണം, ഭയങ്കര അടുക്കും ചിട്ടയും, അങ്ങനെ എന്താ പറയാ, ഒരു കാര്യത്തിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ ഇങ്ങനെ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആ ഒരു അവസ്ഥയാണ് മെന്റൽ വെൽനസ് എന്ന് പറയുന്നത് എന്ന് വിചാരിക്കും. അതായത് നമ്മളൊരു തീരുമാനം എടുത്താൽ വളരെ കറക്റ്റ് ആയിട്ട് അത് ആ തീരുമാനത്തിൽ തന്നെ പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല. പിന്നെ അതുപോലെ സന്തോഷം മാത്രമായിരിക്കണം, ദേഷ്യപ്പെടാൻ പാടില്ല. നമ്മൾ പലരും പറയുന്നതായിട്ടുണ്ട്. ഇപ്പം എന്നോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാനിപ്പം ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, നമ്മൾ കരയും, അപ്പോൾ പറയും നീ ഇത്ര വലിയ സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ടിരുന്ന് കരയുകയാണോ? സി, എവറി ഹ്യൂമൻ ബീങ് ഹാവ് ദെയർ ഓൺ ഇമോഷൻസ്. അവർക്ക് ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. അത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നമുക്ക് ഇമോഷൻസ് എല്ലാം വരും. പക്ഷേ ഇതൊന്നും ഇല്ലാതിരിക്കലല്ല, ദേഷ്യം, സങ്കടം, ഇതൊന്നും ഇല്ലാതിരിക്കലല്ല മെന്റൽ വെൽനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാമായിരിക്കണം എന്നുള്ളതാണ് മെന്റൽ വെൽനസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ സഡൻലി, നമുക്ക് ദേഷ്യം വന്നാൽ നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ഒന്ന് വിളിച്ച് പറയും, നമ്മൾ പല രീതിയിൽ റിയാക്ട് ചെയ്യും. ചില ആൾക്കാർ സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കും, ചിലപ്പോൾ അടുത്ത് കാണുന്നവർ എന്താണോ അവർക്ക് തോന്നുന്നത് അതെല്ലാം വിളിച്ച് പറയും. അതിനുശേഷമായിരിക്കും അവർ റിഗ്രറ്റ് ചെയ്യുന്ന, ഷോ അങ്ങനെയൊന്നും ചെയ്യേണ്ടായിരുന്നു എന്ന് റിഗ്രറ്റ് ചെയ്യുന്ന അതിന് ശേഷമായിരിക്കും. പക്ഷെ അതല്ല, അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ ചെയ്യണം. നമുക്ക് ദേഷ്യം വരും എന്നുള്ളത് സത്യമാണ്, പക്ഷെ അവിടെ റിയാക്ഷന് പകരം നമ്മൾ കൊടുക്കേണ്ടത് റെസ്പോൺസ് ആണ്. അവിടെയാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നത്. പക്ഷേ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. റിയാക്ട് ചെയ്യാൻ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വരുന്ന കാര്യത്തിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ചെയ്താൽ മതിയാവും. റിയാക്ഷൻ എന്ന് പറയുന്നത് കാര്യം അങ്ങനെയാണ്. അതേസമയം റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം, ചെയ്യുന്ന കാര്യത്തിന് മുമ്പ് ഒന്ന് ചിന്തിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ആ സമയം നമ്മൾ എടുക്കുന്നത് നമ്മൾ മെന്റലി വെല്ലായിരിക്കുന്ന മെന്റലി വെല്ലായിട്ട് ഒരാൾക്ക് മാത്രമേ ആ സമയം എടുത്ത് അവിടെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതായത് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ദേഷ്യം വരില്ല, സങ്കടം വരില്ല, എപ്പോഴും സന്തോഷം, എപ്പോഴും അയാളുടെ സമാധാനം. ആര് പ്രൊവോക്ക് ചെയ്താലും അയാൾക്ക് അയാൾ എന്താ പറയാ, അയാൾക്ക് ദേഷ്യം വരത്തില്ല, അയാൾ നമ്മളോട് ചൂടാവത്തില്ല, നമുക്ക് എന്തും പറയാം, അങ്ങനെ അല്ല അതിന്റെ അർത്ഥം. അത് വളരെ കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എപ്പോഴും മെന്റലി സ്ട്രോങ് ആയിട്ടിരിക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല. മെന്റലി വീക്ക് ആവുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ അതിൽ നിന്ന് നമ്മൾ റെസിലിയന്റ് ആയിട്ട് പുറത്തേക്ക് വരണം. നമുക്ക് അങ്ങനെ ഒരു ചാലഞ്ച് വരുമ്പോൾ നമ്മൾ വീക്ക് ആകുന്നിടത്തുനിന്ന് നമ്മൾ എഴുന്നേറ്റ്, വി ഹാവ് ടു റൈസ് എന്നുള്ളതാണ് മെന്റൽ വെൽനെസിന്റെ ഉദ്ദേശം. അപ്പോൾ കോമൺ മിത്ത് ഇതാണ്, നമ്മളെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ മെനി ഹെൽത്തി പീപ്പിൾസ് ഓൾസോ സ്ട്രഗിൾ. നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി ആൾക്കാർ മെന്റലി ഹെൽത്തി ആണ്, മെന്റലി സ്ട്രോങ് ആണെന്ന് പറയുന്നവർ പോലും അവരുടെ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ദി നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. ഫൈൻ.
ഓക്കെ, സോ ഇനി ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്, മെന്റൽ വെൽനെസ്സും തെറാപ്പിയും തമ്മിൽ സെയിം ആണ്, അല്ലെങ്കിൽ എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ മെന്റൽ വെൽനെസ്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട എന്ന് കരുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. മെന്റൽ വെൽനെസ് വേഴ്സസ് തെറാപ്പി എന്ന് പറയുന്നത്. തെറാപ്പി എന്താണ്, മെന്റൽ വെൽനെസ് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതിന് താഴെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മെന്റൽ വെൽനെസ് ഇസ് ലൈക്ക് ഡെയിലി ബ്രഷിംഗ്, തെറാപ്പി ഈസ് ലൈക്ക് വിസിറ്റിംഗ് ദ ഡെന്റിസ്റ്റ്. ഓക്കെ, നമ്മൾ ബ്രഷ് ചെയ്യുന്നത് എന്തിനാണ്? പല്ല് തേക്കുന്നത് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം സൂക്ഷിക്കാനാണ്, അല്ലെ? നമ്മുടെ പല്ലുകൾ കേടാകാതെയും വൃത്തിയാകും, നമ്മുടെ ബേസിക് ഹൈജീനിന്റെ പ്രാക്ടീസ് ആണ് ബ്രഷിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? നമുക്കൊരു വേദന വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നേരെ ഡെന്റിസ്റ്റിന്റെ അടുക്കൽ പോയി ഗുളിക വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ ആ പല്ല് പറിച്ച് കളയുക, പല്ലിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കലാണ്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആ മെന്റൽ വെൽനെസ് ആൻഡ് തെറാപ്പി. സോ മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഹൈജീനിന് വേണ്ടി, മെന്റൽ ഹൈജീൻ, നമ്മൾ ഫിസിക്കൽ ഹൈജീൻ കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമോ അതുപോലെ നമ്മൾ മെന്റൽ ഹൈജീൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. അതേസമയം തെറാപ്പി എന്ന് പറയുന്നത് വെനെവർ ദർ ഇസ് എ സീരിയസ് ഇഷ്യൂ വി നീഡ് ടു ഹാവ് എ ഹെൽപ്പ്, എ സപ്പോർട്ട്. ആ സമയത്താണ് നമ്മൾ തെറാപ്പി എടുക്കുക. സോ മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യമാണ്. ഇറ്റ്സ് ഫോർ എവ്രി വൺ, ആൻഡ് ഫോർ തെറാപ്പി ഈസ് ഓൺലി ഫോർ ദ സീരിയസ് ഡിസ്ട്രസ് ഉള്ള ആൾക്കാർക്ക് മാത്രം നമ്മൾ കൊടുക്കുന്ന കാര്യമാണ് തെറാപ്പി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഫോർ എവ്രി വൺ. ഓക്കെ, ആൻഡ് മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത് ഒരു പ്രിവെന്റീവ് ആക്ട് ആണ്, ഒരു ക്യൂർ അല്ല. തെറാപ്പി എന്ന് പറയുന്നത് ഒരു വലിയ ഡിസ്ട്രസ് നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തി എടുത്ത് ക്യൂർ ചെയ്ത് കൊണ്ടുവരലാണ്. നമ്മളൊരു എന്താ പറയാ, നമുക്കൊരു പനി വന്ന് അവിടെ ക്യൂർ വേണമല്ലോ, നമ്മൾ മരുന്ന് കഴിക്കുന്നു, അത് തെറാപ്പി പോലെയാണ്. പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഹൈജീൻ സൂക്ഷിക്കലാണ്. പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ, നല്ല ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രിവെന്റീവ് ആക്ഷൻസ് ആണ് മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെന്റൽ വെൽനെസ് ഇസ് എ ഡെയിലി ലൈഫ് സ്കിൽ ആൻഡ് ദ തെറാപ്പി ഇസ് എ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. മെന്റൽ വെൽനെസ് സ്റ്റാർട്ട് വിത്ത് സെൽഫ് അവയർനെസ്. നമ്മുടെ സെൽഫ് അവയർനെസ്സിലാണ് മെന്റൽ വെൽനെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തെറാപ്പി സ്റ്റാർട്ട് വിത്ത് പ്രൊഫഷണൽ ഡയഗ്നോസിസ്. ആൻഡ് മെന്റൽ വെൽനെസ് ഇസ് ലൈക്ക് എക്സസൈസ്, തെറാപ്പി ഇസ് ലൈക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെന്റൽ വെൽനെസ് ആൻഡ് തെറാപ്പി. ഓക്കെ, ഇതാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ മെന്റൽ വെൽനെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സാധനമാണ് മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. പല എന്താ പറയാ, പല മെന്റൽ ഇഷ്യൂസിന്റെയും സ്റ്റാർട്ട് എന്ന് പറയുന്നത് അവയർനെസ് ഇല്ലാതെ പോകുന്നതിന്റെയും മെന്റൽ വെൽനെസ് ഇല്ലാതെ പോകുന്നതിന്റെയും പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇതുണ്ടാക്കിയെടുത്താൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ കുറയും. നമ്മുടെ ലൈഫിൽ നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന സ്ട്രെസ് ആയാലും, സെൽഫ് ഡൗട്ട് ആയാലും, ഒരു ഓവർ തിങ്കിങ് ആയാലും, ഇതെല്ലാം മാറണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇനി നമ്മൾ എന്തുകൊണ്ട് ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല? വൈ വി ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് വെരി സീരിയസ്ലി? നമുക്ക് മെന്റൽ വെൽനെസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തെറാപ്പി ആണെന്ന് പറയും, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെന്ന് പറയും, മെന്റൽ ഇൽനെസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നമായിരിക്കാം ഫിസിക്കലിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് ബോധർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യണം, നമ്മുടെ സ്റ്റഡീസ്, നമ്മൾ പൈസ ഉണ്ടാക്കണം, നല്ല ജോലി വാങ്ങിക്കണം, നല്ല ശമ്പളം ഉണ്ടാവണം, നന്നായിട്ട് നല്ല വീട് വെക്കണം, നല്ല വണ്ടി ഉണ്ടാവണം, നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവണം, ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നോണ്ടിരിക്കും. ബട്ട് നമുക്ക് പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. എങ്ങനെ ആങ്കർ മാനേജ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് വഴി പഠിക്കുമെന്ന് നമ്മൾ പറയുമായിരിക്കും. പക്ഷെ നമ്മൾ ആരെങ്കിലും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് കറക്റ്റ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് എൻ്റെയൊക്കെ ലൈഫിൽ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ജോയിന്റ് ഫാമിലിയിലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരുടെ ലൈഫിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം. പക്ഷേ കൂടുതലും നമ്മളെ പുഷ് ചെയ്യുന്നത് യു ഹാവ് ടു ബി സക്സസ്ഫുൾ, നിങ്ങളുടെ കരിയർ, സ്റ്റഡീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പുഷ് ചെയ്ത് വിടുന്ന ടൈമിൽ ദേ വോണ്ട് ടെൽ അബൌട്ട് ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ ഇമോഷൻസ്.
നമ്മൾ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളുടെയും സ്റ്റാർട്ടിങ് അത് തന്നെയാണ്. ഇമോഷണൽ ഒരു ഇന്റലിജൻസ് കുട്ടികൾ, അല്ലെങ്കിൽ കുട്ടികൾ എന്നല്ല അഡൽട്സിലും വളരെ കുറവായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്. അവർക്ക് അറിയില്ല എങ്ങനെ അവരെ ഇമോഷൻസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ ആങ്സൈറ്റി എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, നമുക്കൊരു ഓവർ തിങ്കിങ് വന്നാൽ എങ്ങനെ കൺട്രോൾ ചെയ്യണം. നമുക്കൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു പേടിയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ എന്ത് പറയും? ഓ അതൊക്കെ ചുമ്മാ, അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്, അങ്ങനെ ഒരു പേടി ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുമെങ്കിലും ഹൗ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു തരാറില്ല. നമുക്കൊരു എക്സാം ആങ്സൈറ്റി വരികയാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ആങ്സൈറ്റി ഉണ്ട്, പക്ഷെ അത് വിട്ടേക്ക്, നീ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് സ്കോർ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ എന്ന് പറയും. ബട്ട് ദേ വോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആങ്സൈറ്റി ആണ്, അല്ലെങ്കിൽ മോളെ ഇത് ഇതുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു തരാൻ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അതായത് നമുക്കൊരു മാത്സ് പറഞ്ഞു തരും പോലെ, നമ്മളടുത്തിരുന്ന മാത്സിന്റെ ടോപ്പിക്സ് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് ആരെങ്കിലും എമ്പതിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇമോഷൻസിനെ കുറിച്ചോ നമുക്ക് നമ്മുടെ പാഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഇരുന്ന് പറഞ്ഞു തരാറുണ്ടോ? അതിനുവേണ്ടി ഒരു സിലബസ് ആരെങ്കിലും സ്ട്രക്ചർ ചെയ്തെടുത്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ എക്സ്പീരിയൻസസ് നിന്ന് പഠിക്കുന്നു, പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു വളരെ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നതൊക്കെ ഉണ്ട്, ലേൺഡ് ബിഹേവിയേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മെയിൻ ആയിട്ട് ഇതിനെ ടേക്ക് കെയർ ചെയ്ത് പഠിക്കാൻ, അത് ഒരുപാട് സീരിയസ് ആയിട്ട് നമ്മളെ കരിയർ എടുക്കുന്നത് പോലെ നമ്മുടെ മൈൻഡിനെ മാനേജ് ചെയ്യാൻ ആരും പറഞ്ഞു തരുന്നില്ല, പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ മെന്റൽ വെൽനെസ്സിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാത്തത്. നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഡിസ്ട്രെസ് ആയി വളരെയധികം എന്താ പറയാ, നമുക്കിത് നമ്മുടെ ലൈഫിനെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റാത്ത സമയത്താണ് നമ്മൾ ഹെൽപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് അതിനെ ക്ലിയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താറില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് നമ്മൾ ഇമോഷൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ സ്കിൽസ് നമുക്ക് തരുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നില്ല, നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇമോഷണൽ സ്കിൽസ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു 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 കാര്യം, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് നമ്മൾ വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ റിപ്ലൈ തരുന്നില്ല. സഡൻലി വി തിങ്ക് ലൈക്ക് എന്നോട് അയാൾക്ക് ഡിസ്റെസ്പെക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ എന്റെ മെസ്സേജ് അയാൾക്ക്, ഞാൻ മെസ്സേജ് അയക്കുന്നതിൽ ശല്യമായതുകൊണ്ടായിരിക്കാം എനിക്ക് തിരിച്ച് റിപ്ലൈ തരാത്തതോ എടുക്കാത്തതോ. സോ ദ നെക്സ്റ്റ് ടൈം വെൻ വി ടോക്ക് ടു ഹിം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ആളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും? വളരെ റൂഡായിട്ടും, അല്ലെങ്കിൽ നമ്മൾ കോൾഡ് ബിഹേവിയർ ആയിരിക്കും. നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും, അയാൾക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നുള്ള ഒരു തോട്ടിൽ നിന്ന് നമ്മൾ അയാളോട് കാണിക്കുന്നത് ചിലപ്പോ ആള് ഒന്നുകിൽ അത് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബിസി ആയിരുന്നിരിക്കാം. ഈ തോട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, ബിസി ആയിരിക്കും, സോ വിൽ ബി വെയിറ്റ് ഫോർ സം ടൈം, ഇങ്ങോട്ടൊന്നും കോള് വന്നില്ലെങ്കിൽ നമ്മൾ വളരെ കൂളായിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യും. ഇതായിരിക്കും നമ്മൾ നോർമലി നമുക്ക് അങ്ങനെ തോന്നിയാൽ ചെയ്യുന്നത്. പക്ഷെ തിരിച്ച് ഈ ഒരു ഇമോഷണൽ സ്കിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ ആദ്യം പറഞ്ഞത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ മറ്റേ ആള് അതിൽ ഹേർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും, നമ്മൾ അയാളെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചല്ലോ എന്നുള്ളൊരു ഗിൽറ്റ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ പിന്നെയും ഡിസ്റ്റർബ്ഡ് ആവും. സോ ദിസ് ഇസ് എ തോട്ട് പാറ്റേൺ. ഇതിങ്ങനെയാണ് നമ്മുടെ തോട്ട് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യും. എഗെയിൻ നമ്മുടെ ആക്ഷൻസ് കാരണം നമുക്ക് വേറെ തോട്ട്സ് വരും, പിന്നെ അത് കാരണം വേറെ ഇമോഷൻസ് വരും. ഇതൊരു സൈക്കിൾ ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അത് കാരണമായി നെഗറ്റീവ് തോട്ട്സ് ഇംപ്രൂവ് ചെയ്ത് നമ്മൾ ഒരു നെഗറ്റീവ് തോട്ട് ഉള്ള ഒരാളായി മാറും. നമ്മുടെ ആക്ഷൻസ് എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായി മാറും. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഇമോഷണൽ സ്കിൽസ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ഇമോഷണൽ സ്കില്ലിന്റെ ആവശ്യം. വിത്തൗട്ട് ഇമോഷണൽ സ്കിൽസ് എന്തൊക്കെ ചെയ്യാം? സ്മോൾ ഇഷ്യൂസ് വിൽ ടേൺ ഇൻ ടു ബിഗ് ഫൈറ്റ്സ്. സ്ട്രെസ് എന്ന് പറയുന്നത് ആങ്കർ ആയി മാറാം. ആങ്കർ ഡാമേജസ് റിലേഷൻഷിപ്സ്. ഓവർ തിങ്കിങ് ഇതെല്ലാത്തിലും കൊണ്ടെത്തിക്കും ഇമോഷണൽ സ്കിൽസ് ഇല്ലാതിരുന്നാൽ. എന്നാൽ ഇമോഷണൽ സ്കിൽസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? വിൽ ഹാവ് ബെറ്റർ ഡിസിഷൻസ്, ഹെൽത്തി കമ്മ്യൂണിക്കേഷൻസ്, ഇമോഷണൽ ബാലൻസ് ആൻഡ് ഇന്നർ പീസ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞാൽ,
എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആൻഡ് വി വെർ വെരി നൈസ് ഫ്രണ്ട്സ്. നമ്മളിപ്പോ കോളേജിൽ വെച്ചൊക്കെ സംസാരിച്ച ഭയങ്കര എന്താ പറയാ, ആള് നമ്മളോട് നല്ല നല്ല കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി. നമ്മൾ വീട്ടിൽ പോയതിനു ശേഷം ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആള് മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കാണില്ല, ലേറ്റ് ആയിട്ടായിരിക്കും റിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് ആളിന് തോന്നും, സി നമ്മൾ കോളേജിൽ വെച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ടൊക്കെ പോകുന്നതായിരിക്കും, പക്ഷെ ആളിന് തോന്നും ഐ ആം എ ഡിസ്റ്റർബൻസ്, ഞാൻ ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് എനിക്ക് റിപ്ലൈ ചെയ്യാത്തത്. എന്നോട് പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണോ, ഞാൻ ചിലപ്പോൾ ആ മെസ്സേജ് മിസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ കണ്ടിട്ടേ ഉണ്ടാവില്ല, പിറ്റേന്ന് പോകുമ്പോഴാണ് ആളെന്നോട് പറയുന്നത് ഞാൻ മെസ്സേജ് അയച്ചത് ശല്യം ആയതുകൊണ്ടാണോ എനിക്ക് റിപ്ലൈ ചെയ്യാത്തത് എന്നുള്ളത്. പിന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് സമയം എടുക്കും. ഇതാണ് പറ്റിപ്പോകുന്നത്. പക്ഷെ പിന്നെ ഇവഞ്ച്വലി ഷി അണ്ടർസ്റ്റുഡ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആളിന് മനസ്സിലായി ഇതല്ല ഇഷ്യൂ എന്ന്. പറയാം ഇതാണ് സംഭവിക്കുന്നത്, നമ്മുടെ തോട്ട്സ് ആണ് പ്രശ്നം. നമ്മൾ മറ്റൊരാൾക്ക് ശല്യമാണ് എന്ന് തോന്നുന്നിടത്ത് അയാൾ ബിസിയാണ് എന്ന് വിചാരിച്ചാൽ തീരാവുന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ആ തോട്ട് നമുക്ക് ഇമോഷണൽ സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ മൈക്രോ സ്ട്രെസ് ഉണ്ടാവാറുണ്ടെന്ന് പറയും. നമ്മൾ അറിയാതെ തന്നെ ചെറിയ ചെറിയ സ്ട്രെസ്, നമ്മൾ വീട്ടിലേക്ക് റൂമിലേക്ക് കയറി വരുമ്പോൾ, ഒരു ജോലി കഴിഞ്ഞ് റൂമിലേക്ക് കയറി വരുമ്പോൾ റൂം വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ അപ്പൊ നമുക്കൊരു ചെറിയ സ്ട്രെസ് വരാറുണ്ട്. ആ സ്ട്രെസ് നമ്മൾ ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മളത് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് ഈസിലി ആ സ്ട്രെസ് എന്തായി മാറാനുള്ള സാധ്യതയുണ്ട്, ആങ്കർ ഇഷ്യൂസിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ജോലി കഴിഞ്ഞ് വരുന്ന അമ്മമാർ ഭയങ്കര ദേഷ്യം, കാരണം അവര് ഒരുപാട് എക്സോസ്റ്റഡ് ആയിട്ട് വരുമ്പോഴേക്കും വീട് ചിലപ്പോൾ അലങ്കോലായിട്ട് കിടക്കും, പ്രശ്നങ്ങളായിട്ട് കിടക്കും, കുട്ടികൾ അവിടെ ഇവിടെ ആയിരിക്കും, അവർ പഠിക്കില്ല, അവർ വന്ന യൂണിഫോമിൽ തന്നെ നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ കാണുമ്പോൾ ദാറ്റ് സ്ട്രെസ് വിൽ ഇൻക്രീസ്. ഈ ഒരു സ്ട്രെസ്സിനെ, അതായത് ഇങ്ങനെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ മൈക്രോ സ്ട്രെസ് എന്നാ പറയുന്നത്. സോ അത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ല എങ്കിലും അങ്ങനെയുള്ള, അപ്പോൾ നമുക്ക് ആ ഇമോഷണൽ സ്കിൽസ് ഇല്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെടും, പിന്നെ ആ ഒരു ടോട്ടൽ ഡേ ഫുള്ള് നമ്മൾ ദേഷ്യത്തിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സിൽ അത് ബാധിക്കും. നമ്മുടെ ചിലപ്പോൾ ഹസ്ബൻഡ് വരുമ്പോൾ നമ്മൾ അവിടെയും ചിലപ്പോൾ ഒന്നും മിണ്ടത്തില്ല. ചിലപ്പോൾ ഹസ്ബൻഡ് വളരെ ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അപ്പൊ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, അത് പിന്നീട് ബാധിക്കും. സോ വി നീഡ് ഇമോഷണൽ സ്കിൽസ് ടു മാനേജ് ഓൾ ദീസ് തിങ്സ്. അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് തന്നെയാണ് പിന്നീട് വലിയ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നത്. അവിടെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഇമോഷണൽ സ്കിൽസ് ഇല്ല എങ്കിൽ ബുദ്ധിമുട്ടായി. ദാറ്റ് ഈസ് വൈ ഇമോഷണൽ സ്കിൽസ് മാറ്റേഴ്സ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയാ ഇമോഷണൽ സ്കിൽസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് ആൻഡ് വിത്ത് ഇമോഷണൽ സ്കിൽസ്, ദീസ് ആർ ദ ഡിഫറൻസസ്. That is why we have created this model, pause, reflect, reset model. ഇതൊരു 3-step മെന്റൽ വെൽനസ് ഫോർമുലയാണ്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മൾ എന്ത് സാധനത്തിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ എന്തെങ്കിലും ഒരു നമ്മൾ വണ്ടിക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് വിചാരിക്കുക, നമുക്ക് കാറിനൊരു ഇഷ്യൂ ഉണ്ടായി, നമ്മൾ എന്ത് ചെയ്യും? വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രശ്നം അനലൈസ് ചെയ്യും, പ്രശ്നം ക്ലിയർ ചെയ്യും. വണ്ടിയെ നിർത്തിയിട്ട ശേഷം വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് നമ്മുടെ ജോലി, അല്ലെ? അതാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ മൈൻഡ് ഓൾസോ. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേൽക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കും, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ട്രാൻസ്ഫോർമേഷന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്താലും പലയിടത്തും നമ്മൾ എന്താ പറയാ, നമുക്കൊരു ഇൻകംപ്ലീറ്റ് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും, അല്ലെ? അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കും. ഈ ഒരു സെഷൻ, പോസ്റ്റ് റിഫ്ലക്ട് റീസെറ്റ് എന്ന് പറയുന്ന സെഷനിൽ നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. അതായത് പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, എവിടേക്കാണ് എൻ്റെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കാൻ വി നീഡ് ടു ജസ്റ്റ് പോസ് ഫോർ എ മൊമെന്റ്. അപ്പൊ അത് ഡെയിലി ലൈഫിൽ
നമുക്ക് ഇഷ്യൂസ് വരുമ്പോഴും പോസ് ചെയ്യണം, അല്ലാതെ നമ്മുടെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാനും നമുക്ക് പോസ് ചെയ്യേണ്ടി വരും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന ഒരു സാധനം, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാധനത്തിൽ നിന്നൊരു പ്രോബ്ലം കണ്ടുപിടിക്കാൻ വളരെ പാടായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചു നേരം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. അതുപോലെ നമുക്കൊരു ചാലഞ്ചോ നമുക്കൊരു ഇഷ്യൂയോ ഫേസ് ചെയ്യുന്ന സമയത്തും ജസ്റ്റ് വി നീഡ് ടു പോസ്. അവിടെയും നമ്മളൊരു ചെറിയ ഒരു സ്റ്റോപ്പ്, ഒരു ബ്രേക്ക് കൊടുക്കണം. കാരണം നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം ഒരാൾ നമ്മളോട് ഇങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആർഗ്യൂ നമ്മൾ തിരിച്ചു ആർഗ്യൂ ചെയ്യും. ആ സമയത്ത് നമ്മളൊന്ന് നിർത്തിയിട്ട് ചിന്തിക്കണം, ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത് കൊണ്ട് എനിക്കോ അയാൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് ചിന്തിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ആ കൊടുക്കേണ്ടത് നമ്മൾ ആ സമയത്ത് നമുക്ക് വരേണ്ട സ്കില്ലല്ല, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കില്ലാണ്. ആ സ്കിൽസ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമ്മൾ ആ സ്കിൽസ് നമ്മൾക്ക് അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് പോസ് എന്ന് പറയുന്ന ആ ഒരു ഫേസിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി ആർ തിങ്കിങ് അബൌട്ട്. നമ്മൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പോസ് എന്ന് പറയുന്നത് നമ്മളൊരു റിയാക്ഷന് മുമ്പ് വി നീഡ് ടു സ്റ്റോപ്പ്. അതാണ് പോസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു മെസ്സേജ് ഇങ്ങോട്ട് വന്നു, നമ്മൾ തിരിച്ച് ഒന്നും ചിന്തിക്കാതെ ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കല്ലല്ലോ. അതിനു മുമ്പ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. എന്തായിരിക്കും അയാൾ ഉദ്ദേശിച്ചത്, അയാളോട് ഞാൻ എന്ത് മറുപടി പറയണം, അല്ലെങ്കിൽ ആ ഒരു മറുപടി അയാൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ, ഞാൻ പറയുന്നത് കൊണ്ട് അയാൾക്കോ എനിക്കോ ഗുണം ചെയ്യുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. റിഫ്ലക്റ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യു എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് റിഫ്ലക്റ്റ്. നമ്മളെ തന്നെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. അതായത് നമ്മളൊരു കണ്ണാടിയിൽ എങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കണ്ണാടിയിൽ എങ്ങനെയായിരിക്കും നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്, നമ്മുടെ എല്ലാ മുഴുവൻ കാര്യങ്ങളും അതിലേക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, റിഫ്ലക്റ്റ് എന്ന് പറയുന്ന സാധനം. നമ്മൾ പോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ പ്രശ്നങ്ങൾ, മെന്റലി നമ്മൾ എന്തെല്ലാം ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് റിഫ്ലക്റ്റ് എന്ന് പറയുന്നത്. റീസെറ്റ് എന്ന് പറയുന്നത് ചൂസ് എ ഹെൽത്തിയർ റെസ്പോൺസ്. അവിടെ നമ്മൾ റെസ്പോൺസ് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ മെന്റലി വെല്ലായിരിക്കാൻ വേണ്ടുന്ന എന്തെല്ലാം പ്രാക്ടീസസ് ഉണ്ടോ അതെല്ലാം റീസെറ്റിലാണ് വരുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് നമ്മളൊന്ന് റീസെറ്റ് ചെയ്തെടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. ദറ്റ് ഇസ് പോസ്, റിഫ്ലക്റ്റ്, റീസെറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ 3-step മെന്റൽ വെൽനസ് ഫോർമുല. പോസ്, റിഫ്ലക്റ്റ്, റീസെറ്റ് എന്ന് പറയുന്നത്. സോ വേർ ക്യാൻ യു യൂസ് ദിസ്? നമ്മൾ ഈ ഒരു പോസ്, റിഫ്ലക്ട്, റീസൺ ഫോർ പ്രൊഫഷണൽസ്. നമുക്കിത് സ്റ്റുഡൻസിനും അതുപോലെ അഡൽട്സിനും നമ്മുടെ വർക്ക് ലൈഫ് ഇല്ലാത്ത ആൾക്കാർക്കും വരെയും നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പ് വർക്ക്ഔട്ട് ആവും. കാരണം എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്താ സ്ട്രെസ്ഡ് ആണ്. നമുക്കറിയാം, ഇപ്പം അമ്മമാരായിക്കൊള്ളട്ടെ, പാരന്റിങ്ങിന്റെ ഏരിയയിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലും ഏത് ഏരിയാസ് എടുത്താലും സ്ട്രെസ്സും പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ നമ്മൾ അതിനെല്ലാം മാനേജ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവും എന്നുള്ളതാണ്. നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ അലട്ടുന്ന പ്രശ്നങ്ങൾ. നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ വരാറുള്ളതൊന്ന് സെൽഫ് ഡൗട്ട്. നമുക്ക് ഒരു സംശയമാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യാനും നമുക്കൊരു സംശയമാണ്. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക, ഡിസിഷൻ മേക്കിങ്ങിന് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയുള്ളത്, റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്, ഇതൊക്കെ നമ്മുടെ മെന്റൽ വെൽനെസ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇഷ്യൂസ് ആണ്. അവിടെ എല്ലാം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്, പോസ്, റിഫ്ലക്ട്, റീസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളിത് അപ്ലൈ ചെയ്യുന്നുള്ളതിലാണ് കാര്യം. വേർ യു ക്യാൻ യൂസ് ദിസ് എന്ന് പറയുന്നത് ഇതിലെല്ലാം. ഇപ്പം ഇവിടെ മാത്രമല്ല, ഇപ്പൊ പാരന്റിങ്ങിലും നമ്മൾ ഇത് യൂസ് ചെയ്യാം. ആങ്കർ കൺട്രോൾ, സ്ട്രെസ് മാനേജ്മെന്റ്, റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ്, ഡിസിഷൻ മേക്കിംഗ്, ഓവർ തിങ്കിങ്, സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്താ എല്ലാ ഏരിയാസിലും ഈ ഒരു നമ്മുടെ പോസ്, റിഫ്ലക്ട്, റീസെറ്റ് മോഡൽ യൂസ് ചെയ്യാം. അപ്പോ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, അത് കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയാണ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും.
നമ്മൾ പോസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ പ്രശ്നങ്ങളല്ല, എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല അതിനോട് റിയാക്ട് ചെയ്യുന്നത്, എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല അതിനെ മനസ്സിലാക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ തോട്ട് പാറ്റേൺസ് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് നമ്മുടെ രീതിയാണ്. നമുക്കൊരിക്കലും ഒരേ ടെക്നിക്സ് യൂസ് ചെയ്ത് എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല. സി, നമുക്കറിയാം, നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹെൽത്ത് ഇഷ്യൂസും അല്ലെങ്കിൽ എല്ലാവരുടെയും ബോഡിയും സെയിം രീതിയിലല്ല എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. എക്സസൈസ് ചൂസ് ചെയ്യുമ്പോഴും എല്ലാം ഒരേ രീതിയിലായിരിക്കില്ല. നമ്മുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള എക്സസൈസസ് ആയിരിക്കും നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടി ചൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അവരുടെ ബോഡി വെയിറ്റിനനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഡോസേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും നമുക്ക് തരുന്നത്. ലൈക്ക് ദിസ് നമ്മുടെ മെന്റൽ വെൽനെസ് നമ്മുടേതാണ്. നമ്മളാണ് ആ ഓരോ പ്രോബ്ലംസിനെയും അഡ്രസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഒരു മെന്റൽ വെൽനെസ് പ്ലാൻ എന്ന് പറയുന്നത്, റീസെറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ഈച്ച് വൺ ഓഫ് us. കാരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പലതാണ്. എല്ലാവർക്കും ആങ്കർ കൺട്രോൾ അല്ല, എല്ലാവർക്കും സ്ട്രെസ് മാനേജ്മെന്റ് അല്ല, ചിലപ്പോൾ എല്ലാവർക്കും ഒരു കാര്യമായിരിക്കില്ല, പല കാര്യങ്ങളുണ്ടാവാം. ഡിസിഷൻ മേക്കിംഗ്, ഓവർ തിങ്കിങ് ഒന്നിച്ചു വരുന്നവരുണ്ടാവാം. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്താണ്, ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ വേണം. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ആങ്കർ കൺട്രോൾ ആണെങ്കിൽ ദേഷ്യം നമുക്ക് വരുന്നു. അപ്പൊ ഈ ദേഷ്യം വരുന്നതിന് നമ്മൾ വരുമ്പോൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ആദ്യം ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേഷ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബിഫോർ നമ്മൾ ഏതെങ്കിലും ഒരു റീസെറ്റ് പ്ലാൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം ടെക്നിക്സ് ആ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് എത്രത്തോളം ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് പോസ് റിഫ്ലക്റ്റിൽ വരുന്ന കേസാണ്. ഈ രണ്ട് സെഷനിലായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ റിഫ്ലക്റ്റിൽ വേറൊരു കാര്യം കൂടെ ചെയ്യും. എനിക്ക് ഈ ആങ്കർ എന്താണ് എന്നെ ട്രിഗർ ചെയ്യുന്നത് നോക്കും. ദേഷ്യം വരുന്ന ഏത് സിറ്റുവേഷനിലാണ്, ആ സിറ്റുവേഷനിൽ എന്നെ ട്രിഗർ ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അവിടെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ, നമ്മുടെ പ്രോബ്ലംസ് റിയലി എന്താണെന്നുള്ളത്. എന്നിട്ടാണ് നമ്മൾ അതിനൊരു റീസെറ്റ് പ്ലാൻ കൊടുക്കുന്നത്. ഞാൻ എന്തെല്ലാം എൻ്റെ ഡെയിലി ഹാബിറ്റ്സ് മാറ്റണം, എന്ത് തോട്ട് പാറ്റേൺസ് ആണ് ഞാൻ മാറ്റേണ്ടത്, എന്ത് ബൗണ്ടറീസ് ആണ് ഞാൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വിൽ ഗോ ടു ദ റീസെറ്റ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് ആണ് എടുക്കുന്നത്. സ്ട്രെസ് വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്ട്രെസ് നമുക്ക് എന്തെല്ലാം ഫാക്ടർ, സ്ട്രെസ് പല ഫാക്ടേഴ്സിൽ നമുക്ക് സ്ട്രെസ് വരും. കാരണം നമുക്കിപ്പം സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്ട്രെസ്സസ് വരും, എൻവയോൺമെന്റിൽ നിന്ന് വരും, പ്രൊഫഷണൽ സ്ട്രെസ് വരും, ഫിസിക്കൽ സ്ട്രെസ് വരാറുണ്ട്. അപ്പൊ ഇതെല്ലാം പല ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്. ഈ സ്ട്രെസ് ഓരോത്തിനെയും നമുക്ക് പല രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടി വരുന്നത്. എല്ലാം ഒരേ രീതിയിലല്ല മാനേജ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫിസിക്കൽ സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരം, നമ്മുടെ സ്വന്തം സ്ട്രെസ് ആണ്, പേഴ്സണൽ സ്ട്രെസ് ആണ് അതൊക്കെ. ഇനി സൈക്കോളജിക്കൽ ആണെങ്കിൽ സൈക്കോളജിക്കൽ ബേസിസിൽ തോട്ട് പാറ്റേൺസ് ആണ് മാറ്റേണ്ടെങ്കിൽ അങ്ങനെ മാറ്റണം. നമ്മൾ ട്രിഗർ ചെയ്യുന്ന ആ സ്ട്രെസ്സിനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെ റീസെറ്റ് ചെയ്യുന്ന പ്ലാൻസ് വേണം നമ്മൾ അവിടെ ചെയ്യാനായിട്ട്. പിന്നെ പലർക്കും ഓവർ തിങ്കിങ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു ന്യൂ നോർമൽ. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും, ഞാൻ ഏതൊരു ക്ലാസ്സിന് ഞാൻ പോയാലും നമ്മൾ ചോദിക്കാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സിനെക്കാൾ ആൾക്കാർ പറയുന്നത് ഓവർ തിങ്കിങ് എന്നുള്ളത്. അധികമായി ചിന്തിക്കുന്നത് ഒരു വലിയ ഇഷ്യൂ ആണെന്നുള്ളതാണ്. അപ്പൊ അത് ഇഷ്യൂ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇവിടെ കാണുമായിരിക്കാം. കാരണം ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഇപ്പം ന്യൂ നോർമൽ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല. കാരണം വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പല ചിന്തകളാണ്. ഒന്ന് കഴിഞ്ഞു പോയതിനെ കുറിച്ച്, ഞാൻ എന്തിനാണോ അങ്ങനെ ചെയ്തത്, എന്തിനാണോ എനിക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടായത്, ആ സമയത്ത് ഞാൻ എന്തങ്ങനെ ചെയ്തത് എന്നൊരു ഗിൽട്ടാണ്. ഫ്യൂച്ചർ, പിന്നെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയാ ചിന്തിക്കുക. ഞാനത് ചെയ്താൽ ശരിയാകുമോ, ഞാൻ തോറ്റുപോയാൽ എന്ത് സംഭവിക്കും, ആരൊക്കെ എന്നെ കളിയാക്കും, ഞാൻ എവിടെ എത്തില്ലല്ലോ, ഇങ്ങനെ തോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ലൂപ്പായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോസ് നമ്മൾ ഓവർ തിങ്കിങ്ങിന് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഓവർ തിങ്കിങ് ആണ് എന്ന് അത് മനസ്സിലാക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓവർ തിങ്കിങ് ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? നമ്മളൊരു ലൂപ്പിലേക്ക് കടന്ന് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു സൈക്കിൾ നമ്മൾ തലയിലൂടെ ഓടുമ്പോൾ വി നീഡ് ടു പോസ് ആൻഡ് തിങ്ക് ദിസ് ഇസ് ഓവർ തിങ്കിങ്. ഞാനൊരു ഓവർ തിങ്കിങ് ലൂപ്പിലാണ്, ഐ നീഡ് ടു ബ്രേക്ക് ദിസ് എന്ന് മനസ്സിലാക്കുക.
ദെൻ റിഫ്ലക്ട്, ഞാൻ എന്തിനെ കുറിച്ചാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സാധനം എനിക്കൊരു 5 വർഷം കഴിഞ്ഞാലും എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ളത് ഒന്ന് നമ്മൾ തന്നെ വിലയിരുത്തി ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇഫ് ഇറ്റ് ഡസ് നോട്ട് മാറ്റേഴ്സ് ആഫ്റ്റർ 5 years, ദെൻ ചേഞ്ച് ദ ടോപ്പിക്. നമുക്ക് ആ ടോപ്പിക് ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. 5 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ വൈ വി ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ് എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വി നീഡ് ടു റീസെറ്റ്. ഈ ഒരു ഓവർ തിങ്കിങ് വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ ഇത് വന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് വി നീഡ് ടു ഫൈൻഡ്. സോ ദിസ് ഈസ് ഹൗ വി യൂസ് ദിസ് മോഡൽ ഇൻ ഓവർ തിങ്ക്. അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസിന്റെ കാര്യമായിട്ട്, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാവുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലാതാവുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയിലാണ്. അതായത് നമ്മുടെ ഇഷ്യൂ നമ്മൾ ഓരോ കാര്യങ്ങൾ മാറ്റി വെക്കുക, പോസ്റ്റ്പോൺ ചെയ്യുക. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽസ് പോകുന്നത് നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിഗ്നൽസ് ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളോടുള്ള ട്രസ്റ്റ് കുറയുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നമാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ. അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കണം. എനിക്ക് എന്തുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് ഇല്ല, ഞാൻ എവിടെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് സ്വയം ചിന്തിച്ചെടുക്കാനുള്ള കുറച്ച് ആക്ടിവിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മോഡലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ടുഡേസ് ടേക്ക് അവേ? നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, മെന്റൽ വെൽനെസ് ഇസ് എ ഡെയിലി പ്രാക്ടീസ്, നോട്ട് എ വൺ ടൈം സൊല്യൂഷൻ. അപ്പോ ഞാൻ ആദ്യം തൊട്ട് ഇതുവരെ പറഞ്ഞതും ഇത് തന്നെയാണ്. ഇതൊരു ഡെയിലി നമ്മൾ ചെയ്തു പോകേണ്ട പ്രാക്ടീസ് ആണ്, ആൻഡ് നോട്ട് എ വൺ ടൈം സൊല്യൂഷൻ. ഇതൊരു ഒറ്റ തവണ നമുക്ക് കൊണ്ടുപോയി ചെയ്ത് തീർത്ത്, അല്ലെങ്കിൽ ഒരു ദിവസം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇത് ചെയ്തു നാളെ റെഡിയാവും അങ്ങനെയുള്ള ഒരു കാര്യമേ അല്ല മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എടുക്കേണ്ട കാര്യമാണ് മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ദിവസം കുളിച്ചു, 10 ദിവസം കുളിക്കാതിരുന്നാൽ ശരീരം വൃത്തികേടാകുന്നത് പോലെയാണ് മെന്റൽ വെൽനെസിന്റെ പ്രാക്ടീസ്. നമ്മൾ ഒരു ദിവസം ചെയ്തു, കുറെ ദിവസത്തേക്ക് ചെയ്യാതിരുന്നാൽ നമുക്ക് മെന്റലി വെല്ലായിട്ടൊരു ഫീല് വരത്തില്ല. ഇറ്റ് ഇസ് നോട്ട് വൺ ടൈം സൊല്യൂഷൻ. സോ വി നീഡ് കൺസിസ്റ്റന്റ് സ്റ്റെപ്സ്. പക്ഷെ ആ സ്റ്റെപ്സ് നിങ്ങൾ ഒരു വലിയ വലിയ സ്റ്റെപ്സ് ഒന്നും എടുക്കേണ്ട, ചെറിയ ചെറിയ സ്മോൾ ചേഞ്ചസ് നമ്മുടെ ലൈഫിലേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രം മതി എന്നുള്ളതാണ് ഈ ഒരു ഇതിന്റെ പ്രത്യേകത. ഒരു വലിയ ചേഞ്ച് വരാനായിട്ട് നമ്മൾ വലിയ ഇമ്പാക്ട് വരാനായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരണ്ട. നോ നീഡ് ഓഫ് ബിഗ് ചേഞ്ചസ്. വി നീഡ് ഓൺലി സ്മോൾ ചേഞ്ചസ് എവറി ഡേ എന്നുള്ളതാണ്. എവറി ഡേ ഒരു 1% ഇൻക്രീസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു മെന്റൽ വെൽനെസ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്റെ പ്രത്യേകത. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യാൻ റെഡി ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഈസ് അബൌട്ട് മെന്റൽ വെൽനെസ്. വി ആർ അണ്ടർസ്റ്റാൻഡിങ് ജസ്റ്റ് എന്താ പറയാ, മെന്റൽ വെൽനെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ആൻഡ് വാട്ട് ഈസ് ദ കോർ പ്രോഗ്രാം, വാട്ട് വി ആർ പ്ലാനിങ് ഫോർ ദ ഹോൾ സെഷൻ എന്നുള്ളതും ഇതിലേക്ക് പറഞ്ഞു കഴിഞ്ഞു. സോ ദിസ് ഇസ് വാട്ട് റിയലി അബൌട്ട് മെന്റൽ വെൽനെസ്. സോ ഇഫ് യു ഹാവ് എ feedback or any doubts or something, you can do it now. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന്റെ ഒരു കാര്യങ്ങളോ അറിയണമെങ്കിൽ now you can ask. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക്, ഇതിന്റെ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് സെഷൻ. Any doubts or anything related to this or any feedbacks you want to give, means it will be fine.
Okay, as you have no feedbacks, no doubts, thank you so much. But we have a worksheet. നമുക്ക് ഇന്നത്തെ സെഷനെ ബേസ് ചെയ്തൊരു വർക്ക്ഷീറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ദാറ്റ് യു ക്യാൻ ഫിൽ ഇറ്റ് ഔട്ട്. ഇതൊരു എന്താ പറയാ, ദിസ് ഇസ് നോട്ട് ലൈക്ക് എക്സാം, ഒരു റൈറ്റ് ഓർ റോങ് ആൻസേഴ്സോ അങ്ങനെയൊന്നും ഇല്ല. ദിസ് ഇസ് ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾ എന്താണ് മെന്റൽ വെൽനെസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇന്നർ ഇമോഷൻസ് എന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു വർക്ക്ഷീറ്റ് മാത്രമാണ്. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് എന്താ പറയാ, ഒരു ഫീഡ്ബാക്ക് ഫോം പോലെ മാത്രമാണ്. വി ആർ ഷെയറിംഗ് ഇറ്റ് നൗ, ഇറ്റ് ഇസ് ഇൻ ദി ചാറ്റ് നൗ. ഓക്കെ, ആ ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഗൂഗിൾ ഫോംസ് ആണ്, ഒന്ന് ഫില്ല് ചെയ്യുക എല്ലാവരും. കാരണം ഞാൻ പറഞ്ഞു, ഇതിൽ റൈറ്റ് ഓർ റോങ് ആൻസേഴ്സ് ഒന്നുമില്ല, ഒരു എക്സാമോ അങ്ങനെയൊന്നും അല്ല. ദിസ് ഇസ് ജസ്റ്റ് മിയർ അസസ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രമാണിത്. സോ ഇഫ് യു കുഡ് പ്ലീസ് ഡു ഇറ്റ്, ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഇതൊരു നിങ്ങൾ നിങ്ങളുടെ മെന്റൽ വെൽനെസ്സിന് വേണ്ടി എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കരുതുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ കൊടുക്കുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി ഇടുന്ന ടൈമാണ്. നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന, നിങ്ങളുടെ മെന്റൽ വെൽനെസ്സിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നിങ്ങളുടെ ടൈമാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ്. എല്ലാവരും അത് ഫിൽ ചെയ്യുന്നു എന്ന് കരുതുന്നു. സോ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ. സോ ആ ഒരു നമ്മുടെ ഗൂഗിൾ ഫോമിന്റെ ഒരു ലിങ്ക് വരുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, നിങ്ങൾക്ക് അത് എടുത്ത് ഫില്ല് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ് മീ. നിങ്ങൾ ഇത്രയും നേരം എന്നെ ലിസൺ ചെയ്തതിന് എല്ലാവർക്കും നന്ദി. കാരണം നിങ്ങൾ ഇത് താങ്ക്സ് മാത്രമല്ല, ഇറ്റ്സ് ജസ്റ്റ് ഒരു വലിയ അപ്രിസിയേഷൻ കൂടിയാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ടൈം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ മെന്റൽ വെൽനെസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ കാണിച്ചിരിക്കുകയാണ്. സോ അതിന് നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം ചെറിയ ചെറിയ അപ്രിസിയേഷൻസ് പോലും നിങ്ങളുടെ ലൈഫിനെ മാറ്റിയേക്കാം. നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ചെറിയ എഫേർട്ടിന് നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് എ പ്ലേസ് വേർ യു ക്യാൻ ഗ്രോ, യു ക്യാൻ ട്രാൻസ്ഫോം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. താങ്ക് യു ഓൾ. So we are winding up the session. Can leave.